ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സമൂഹത്തിൽ അന്തസ്സായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. മറ്റൊരാളെ ആശ്രയിക്കാതെ ഏറ്റവും നല്ല അന്തസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മറ്റൊരാളെ സദാസമയം ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുകൊണ്ടേയിരിക്കുന്ന, സ്വന്തമായി കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത, അന്തസ്സില്ലാത്ത അവസ്ഥയെ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട്. അതൊന്ന് വരാതിരിക്കാൻ സ്വന്തമായി കൊണ്ടൊരു ഇസ്സത്ത് ഉണ്ടാക്കുക എന്നതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എങ്കിൽ സഹോദരങ്ങളെ, ആ ഇസ്സത്ത് ലഭിക്കുന്നത് ആർക്കാണ്? ആ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന വിഭാഗം അതാരാണ് എന്നുള്ളത് സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കാണാൻ സാധിക്കും. മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും എത്തിയ സന്ദർഭത്തിൽ പിന്നീട് ആ മദീനയുടെ ഭരണം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് എത്തി. അവിടെ പ്രവാചകൻ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവിടെ ഭരണം കിട്ടേണ്ടിയിരുന്ന പല മുനാഫിഖീങ്ങളുടെ നേതാവായ പല ആളുകളുമുണ്ട്. ആ ആളുകൾ ഒരു പക്ഷേ തങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടല്ലോ, ഈ ഒരു പ്രവാചകൻ വന്നത് കാരണത്താൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഭരണമാണ് അദ്ദേഹം കൊണ്ടുപോയത് എന്നെല്ലാം മനസ്സിലുണ്ടായിരുന്ന കുറ്റബോധം കാരണത്താൽ പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് അവർ മുസ്ലിമായി അഭിനയിച്ചു. അവരുടെ ഉള്ളിലെല്ലാം കുഫ്റായിരുന്നു. മുസ്ലിമിനെതിരായിക്കൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുകയും എന്നാൽ പുറത്ത് മുസ്ലിമായി നടിക്കുകയും ചെയ്ത കപടവിശ്വാസികളായ ആളുകൾ അവർ തക്കം കിട്ടുന്ന സന്ദർഭത്തിൽ അവർ കൂടുന്ന ചില സന്ദർഭം മീറ്റിങ്ങുകളിൽ അവർ പറയുമായിരുന്നു എന്നാണ്, ആ ആളുകളെ നമ്മൾ എന്തിനാണ് ഇവിടെ വെച്ച് പൊറുപ്പിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ ഭക്ഷണം കൊടുത്ത് അവരെ പോറ്റേണ്ട ആവശ്യം? നമ്മൾ അവർക്കൊന്നും കൊടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖീന്റെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഹുമുല്ലദീന യഖൂലൂൻ, ആ മുനാഫിഖീങ്ങളായ ആളുകൾ പറയുകയാണ്, ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദു, അവരിവിടുന്ന് പുറത്തു പോകുന്നത് വരെ നിങ്ങളൊന്നും കൊടുക്കരുത്. നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെലവഴിച്ച് ഇവിടെ ജീവിക്കുന്നത്. നല്ല ഏറ്റവും നല്ല രീതിയിൽ അവർ ജീവിക്കാൻ കാരണം നമ്മൾ കൊടുത്തുകൊണ്ടാണ്. നമ്മളെല്ലാ ഭക്ഷണവും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോട്ടാണ് അവർ ഏറ്റവും നല്ല രീതിയിൽ അവർ നായി മാറിയിട്ടുള്ളത് എന്നാണ്. അതിന് മറുപടിയായിക്കൊണ്ട് അവർക്കിന്ന് മുസ്ലിമീങ്ങൾക്കും സ്വഹാബാക്കൾക്കും പ്രവാചകനൊക്കെ ഇസ്സത്ത് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ കൊടുത്തോണ്ടാണ് എന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹ് അതിന് മറുപടി കൊടുത്തു. 8-ാമത്തെ ആയത്തിൽ പറയുന്നത്, യഖൂലൂന ലഇർജഅനാ ഇലൽ മദീന, അവരിങ്ങനെ പറയാണ്, യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ അവർ ആ മീറ്റിംഗ് കൂടി പറയാണ്, ഇനി എങ്ങാനും അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ആർക്കാണ് ഇസ്സത്തുള്ളത്. ഇസ്സത്തുള്ള ഞങ്ങളിതാ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കും. മുനാഫിഖീങ്ങൾ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് അല്ലാഹ്ക്കാണ്, അല്ലാഹുവിനാണ് ഇസ്സത്ത്. അത് ആർക്ക് നൽകണമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനാണ്. അല്ലാഹുവാണ് ഇസ്സത്ത് നൽകുന്നവൻ. അല്ലാഹുവിനും പ്രവാചകനാണ് ഇസ്സത്തുള്ളത്. 3-ാമത്തത് വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കാണ് ആ ഇസ്സത്തുള്ളത് എന്നാണ്. അത് അന്നത്തെ കാലത്തെ സ്വഹാബാക്കൾക്ക് മാത്രമുള്ളതല്ല. ആ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹും റസൂലും എല്ലാ കാലത്തും നമുക്കറിയാം. എന്നാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും ആ ഒരു അന്തസ്സ് ഉണ്ടാകുന്നതാണ്. നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ആ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ഒരു അന്തസ്സ് നമുക്കുണ്ട്. അതുണ്ടാകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പക്ഷെ എന്നൊന്ന് സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി, ആ ഇസ്സത്ത് നമുക്കുണ്ടോ? യഥാർത്ഥ വിശ്വാസികളാണ് എന്നുള്ള ആ ഒരു ഇസ്സത്ത് നമുക്കുണ്ടോ? അത് നഷ്ടം വന്നു പോയിട്ടുണ്ട്. അത് നഷ്ടം വന്നു പോയി. എന്തേ ആ ഇസ്സത്ത് നമുക്ക് കളഞ്ഞു കുളിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ അത് ഇസ്ലാമല്ലാത്ത പല മേഖലകളിലും നമ്മൾ ആ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇസ്സത്ത് കൊടുത്തു. ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇസ്ലാം അല്ല എന്ന് മനസ്സിലായി, അത് മറ്റുള്ള ആളുകളുടെ ഇസ്സത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ നമ്മൾ കടമെടുക്കാൻ തുടങ്ങി, അതിനെ സ്വീകരിക്കാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ ഇസ്സത്ത് ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ തുടങ്ങിയതെന്നാണ്. നമ്മൾ പല ആളുകളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും നമ്മളൊക്കെ മറ്റുള്ള ആളുകളുടെ കടമെടുത്തു തുടങ്ങി. അതോടുകൂടി നമ്മുടെ ഇസ്സത്ത് അതില്ലാതായി. അതാണ് ഇന്നും ആ ആളുകൾക്ക് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ഒരു ഇസ്സത്ത് ഉണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു.
അത് ഇന്ന് സമൂഹത്തിൽ ഇല്ല എന്നാണ്. ഇന്ന് പലപ്പോഴും പല ആളുകളിലും അത് ആ ഒരു സമൂഹത്തിൽ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എത്രത്തോളം ഇന്ന് മുസ്ലിമാണ് എന്നൊരാൾക്ക് പറഞ്ഞാൽ അയാൾക്ക് നാണക്കേടാണ്, പറയാൻ മടിയാണ്. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഈ വിഷയത്തിൽ ഇന്ന വിഷയത്തിൽ എൻ്റെ ദീനിൻ്റെ ഒരു ഹുക്കുമോടെ പറഞ്ഞാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും. എൻ്റെ വീട്ടിൽ പോലും എനിക്ക് ദീനൊന്ന് അന്തസ്സായിക്കൊണ്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകളുടെ മനസ്സ് മാറിപ്പോയി. അതൊക്കെ എന്തേ കാരണം സഹോദരങ്ങളെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാൾ അടുക്കുന്ന സമയം, ഏത് സമയത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും ആ മക്ക എന്ന രാജ്യത്തിൽ നിന്ന് വന്ന് മദീനയിലൊരു ഇസ്ലാമിക രാജ്യം അവിടെ വന്ന് ആ രൂപം കൊണ്ട സന്ദർഭത്തിൽ അവസാന കാലഘട്ടത്തിൽ അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില വാക്കുകളുണ്ട്. നിങ്ങൾക്കിനി ഒരു കാലം വരാനുണ്ട്. സ്വഹാബാക്കളെ ചൂണ്ടിട്ടാ പറയുന്നത്, നിങ്ങൾക്കൊരു കാലം വരാനുണ്ട്. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? യൂശികു അൻ തദാഅ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫുഖി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് വരിക? കമാ തദാഅൽ അക്കലതു ഇലാ ഖസ്അതിഹാ. ഒരു പാത്രത്തിലേക്ക് ഭക്ഷണം വഹിച്ചാൽ അതിൻ്റെ അടുത്തേക്ക് ആളുകൾ കൈയിടുമല്ലോ, അതുപോലെ ആളുകൾ മുസ്ലിമീങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കും. അക്രമങ്ങളായിക്കൊണ്ട് നിങ്ങൾ തീവ്രവാദികളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഫമിൻ ഖില്ലതി യൗമഇദിൻ, ഞങ്ങളന്ന് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ വളരെ കുറച്ച് ആളുകളായതുകൊണ്ടാണോ ആ അന്ന് ആളുകളെല്ലാം ഞങ്ങളുടെ എതിരായിക്കൊണ്ട് വരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല സഹോദരങ്ങളെ, വലാകിന്നകും ഗുസാഉൻ കഉസാഇസ് സൈൽ. നിങ്ങൾ ഈ ചപ്പുചവറുണ്ടല്ലോ, ഒരു മഴവെള്ളപ്പാച്ചിലിലെ ചപ്പുചവറുകളുടെ ചണ്ടികളെ പോലെയായിട്ടുള്ള മുസ്ലിങ്ങളായിട്ട് മാറുന്ന അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക നമ്മളാണ്. നമ്മൾ കുറേ ആളുകളുണ്ടാവും. സഹോദരങ്ങളെ, ഇന്നൊന്നും നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ആളുകളുടെ മതം അതേതാ? അത് നസാറാക്കളുടെ മതമാണ്. രണ്ടാമതുള്ളത് മുസ്ലിങ്ങളുടെ മതമാണ്. ഇനി പണ്ഡിതന്മാർ പറയുന്നുണ്ട് 2030 അതല്ലെങ്കിൽ 50 ആകുന്നതോടുകൂടി ലോകത്തെ ഏറ്റവും ശക്തിയുള്ള മതം, ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന മതം അത് ഇസ്ലാമായിട്ട് മാറുന്നതാണ്. പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല. ഇതൊക്കെ ചപ്പുചവറുകളിലെ ചണ്ടികളെ പോലെയുള്ള ആളുകൾ, ചുരുക്കം ചില ആളുകളിൽ മാത്രമായിക്കൊണ്ട് ഈ ദീൻ ഒതുങ്ങും. അവരിലേ ദീൻ ഉണ്ടാകുള്ളൂ. അവരെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, തൂബാ ലിൽ ഗുറബാ. അപരിചിതരായ കുറെ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നപ്പോൾ അന്ന് വന്നൊരു ചെറിയ സംഘം ഉണ്ടായിരുന്നില്ലേ, അതുപോലെയുള്ള ഒരു സംഘമായിക്കൊണ്ട് മാത്രമേ യഥാർത്ഥ ദീനിന്റെ ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിങ്ങൾ, സർട്ടിഫിക്കറ്റിലെ മുസ്ലിങ്ങൾ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ദീനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ആ രൂപത്തിലേക്ക് സ്വഹാബാക്കളെ നിങ്ങൾക്കൊരു കാലം വരാനുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ആ വിഭാഗത്തിൽ പെടാൻ പാടില്ല. നമ്മൾ ചപ്പുചവറിലൊക്കെ ചണ്ടികളായിക്കൊണ്ട് മാറാൻ പാടില്ല. നമ്മൾ തിരിച്ചു വരണം. അന്തസ്സുള്ള മുസ്ലിമുകളായിക്കൊണ്ട് ഏതാളുകൾക്കിടയിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു അന്തസ് അത് നമുക്കുണ്ടാകണം. എന്തേ അതിന് മാർഗം? ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇസ്ലാമിലേക്ക് മടങ്ങുക, ദീനിലേക്ക് മടങ്ങുക. എന്താണോ ദീൻ പറയുന്നത് ആ ദീനിലേക്ക് കൃത്യമായിക്കൊണ്ട് മടങ്ങാൻ നമുക്ക് സാധിക്കാം. വേറെ ഒന്നിലും മറ്റൊരു മാർഗം കണ്ടിട്ട് അതാണ് ഏറ്റവും ഇസ്ലാമിനേക്കാൾ നല്ലത് എന്ന് തോന്നരുത്. അതിലൊരു അന്തസ്സ് കാണരുത്. ഇസ്ലാമിൽ അന്തസ്സ്, എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ അന്തസ്സ് ഉണ്ടായിട്ട് വേറൊന്നിൽ അന്തസ്സ് കാണാൻ പറ്റൂല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കുന്നത്. ഉമർ റളിയല്ലാഹു സൈന്യത്തെ അയച്ചു. ആ സൈന്യം പോയിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ആളുകളിൽ നിന്നത് പിടിച്ചടക്കി ഇസ്ലാമിനത് കിട്ടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അവരുടെ നേതാവ് പറഞ്ഞു, ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി അത് നൽകണമെങ്കിൽ നിങ്ങളുടെ ഖലീഫയുടെ കയ്യിൽ മാത്രമേ നേരിട്ട് നൽകുകയുള്ളൂ. അങ്ങനെ പുറപ്പെടുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഇവർ രണ്ടുപേരും ഒരൊട്ടകപ്പുറത്തായിക്കൊണ്ട് ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ചുകൊണ്ട് അദ്ദേഹവും ഈ സ്വഹാബിയും ഇവർ രണ്ടുപേരും പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ അവിടേക്ക് എത്തുന്നതിന് മുന്നേ ആയിക്കൊണ്ടൊരു കനാലുണ്ട്. ഈ കനാല് കടക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹുഫ അഴിച്ചുകൊണ്ട് അതിങ്ങനെ തോളിലിട്ടു. എന്നിട്ട് ഈ തോളിലിട്ടിട്ടാണ് അപ്പുറത്തേക്ക് ഈ ആളുകളുടെ അടുക്കലേക്ക് പോകുന്നത്. ആ സമയത്ത് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എന്താണ് ഖലീഫ താങ്കൾ ഇങ്ങനെ ഈ ഒരു ഹുഫയെല്ലാം തോളിലിട്ടുകൊണ്ട് ഒട്ടകത്തിന്റെ മൂക്കുകയറെല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ എതിരേൽക്കുക? നമ്മൾ മുസ്ലിങ്ങളല്ലേ, ഏറ്റവും നല്ല രീതിയിൽ എത്തണ്ടേ എന്ന് പറഞ്ഞപ്പോൾ
അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓ ഉബൈദ, താങ്കളല്ലായിരുന്നു ഈ വാക്ക് പറഞ്ഞതെങ്കിൽ അയാൾക്ക് ഞാൻ ശിക്ഷ നടപ്പിലാക്കിയനെ. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് എന്താണെന്ന് അറിയോ? നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് നൽകിയത് ഏതെങ്കിലും ഒരു വേഷം കൊണ്ടോ ഏതെങ്കിലും ഒരു സ്വഭാവം കൊണ്ടോ, ഇസ്ലാം കൊണ്ടാണ്. ഇസ്ലാം, നമ്മൾ മുസ്ലിങ്ങളാണോ? അതാണ് ഇസ്സത്ത്. അതിനപ്പുറത്തേക്ക് ഒരു കാറുണ്ട്, ഒരു വീടുണ്ട്, ഒരു വലിയ കൊട്ടാരമുണ്ട്, അതല്ല നമ്മുടെ ഇസ്സത്ത്. നമ്മുടെ മുസ്ലിങ്ങളാണോ? അതാണ് ഇസ്സത്ത്. എന്നിട്ട് പറയുകയാണ്, അള്ളാഹു നൽകിയതല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരാൾ ഇസ്സത്ത് തേടിയാൽ അള്ളാഹ് അയാളെ നിന്ദ്യനാക്കും. ആളുകൾക്കിടയിൽ വിലയില്ലാത്തവനായിക്കൊണ്ട് നിന്ദ്യന്മാരാക്കിക്കൊണ്ട് നിങ്ങളെ മാറ്റിക്കളയുന്ന, അത് ഉമർ റളിയല്ലാഹു പറഞ്ഞ വാക്കാണ്. അത് നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും വേണം. നമ്മൾ ഏത് സമയത്തും അന്തസ്സുള്ളവരാണ്. എപ്പോൾ നമ്മൾ യഥാർത്ഥമായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ ദീന് പാലിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് ആ ഒരു ഇസ്സത്തുള്ള ആളുകളായിരിക്കുന്ന. അതല്ലാത്ത ഏത് കാര്യത്തിലും നമുക്കൊരു ഇസ്സത്ത് അത് ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഓരോ ആളുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അയലോക്കത്തിൽ ടീം ഇങ്ങനെ കാട്ടുന്നു, അവർ ഇന്ന രീതിയിൽ കാട്ടും, അതൊരു നല്ല ആഘോഷമാണല്ലോ, എങ്കിൽ ഞാനും അവരെ കൂടെ കൂടട്ടെ. അത് നിന്ദ്യതയാണ്. അള്ളാഹ് നിങ്ങൾക്ക് നിന്ദ്യതയെ വിളിച്ച് കൊണ്ടുവരുത്തും, വീട്ടിൽ കൊണ്ടുവരുത്തും. അള്ളാഹ് പറഞ്ഞൊരു ദീനുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ, നല്ലതല്ലേ, എൻ്റെ ദീനിനേക്കാൾ അതൊരു നല്ലൊരു കാര്യമായിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് നിന്ദ്യത കൊണ്ടുവരുത്തുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആ ഇസ്സത്ത് ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം കൊണ്ടുവരണമെന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണമെല്ലാം ഏറ്റെടുത്ത സന്ദർഭത്തിൽ ആ ഒരു ഇസ്സത്ത് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന അമുസ്ലിമീങ്ങളായ ആളുകളുണ്ടല്ലോ, അവർക്ക് പോലും ആ ഇസ്സത്തിന്റെ ഭാഗമാകാൻ പറ്റിയെന്നാണ്. അവർ സന്തോഷിച്ചിരുന്നു എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും മനസ്സുകൊണ്ട് സന്തോഷിച്ചിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ്? അവർ പറയപ്പെട്ടു, മനസ്സിൽ അവർ പറഞ്ഞിരുന്നു എന്നാണ്, ഞങ്ങൾ ഇനി അനീതിക്ക് ഇരയാവുകയില്ല, ഞങ്ങൾക്ക് അക്രമം ഉണ്ടായാൽ അത് പറയാനിതാ ഒരു ഭരണാധികാരിയുണ്ട്, ഞങ്ങൾക്കിതാ നീതി നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ്. ഇതിന് മുമ്പൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ്, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവരുടെ ആളുകളിലേക്ക് പോകും. ഇവർക്ക് തന്നെ ഉറപ്പാണ്, ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പൈസ ചില്ലറ കൊടുത്താൽ അവരാ നിയമം മാറ്റി പറയും, അവർക്ക് നീതി കിട്ടുകയില്ല. ഇങ്ങനൊരു ഭരണം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ തന്നെ ഒരു കപട വിശ്വാസിയും ഒരു ജൂതനായ മനുഷ്യനും തമ്മിലൊരു വഞ്ചനയുടെ വിഷയത്തിൽ ഈ കപട വിശ്വാസി മറ്റൊരാളുടെ ജൂതന്റെ ഒരു വസ്തു വഞ്ചിച്ചെടുക്കുകയുണ്ടായിരുന്നാൽ, അപ്പൊ ഇതിൽ വിധി പറയാൻ വേണ്ടിയിട്ട് ഈ ജൂതനായ മനുഷ്യൻ പറയാണ്, നമുക്ക് നബിയുടെ അടുക്കലേക്ക് പോകാം. അപ്പൊ ഈ കപട വിശ്വാസി വേണ്ട, നിങ്ങളുടെ നേതാവിന്റെ അടുക്കലേക്ക് പോകാം. അത് ആ മനുഷ്യൻ പറയാനുള്ള കാരണം എന്താ? കപട വിശ്വാസിയായ ആൾ ശരിക്കും മുസ്ലിമായിട്ടാണ് അറിയപ്പെടുന്നത്. അയാൾ നബിന്റെ അടുക്കലേക്കാ പോകേണ്ടത്. പക്ഷെ പോകാതെ ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോകാന്ന് പറയുന്നത് എന്താ? കുറച്ച് ചില്ലറ കൊടുത്ത ഇയാൾ എനിക്ക് വേണ്ടിയിട്ട് പറയും. അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷെ ഇസ്ലാം വന്നതോടുകൂടി അവിടെ നീതി നടപ്പിലാകാൻ തുടങ്ങി. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേറിയത് മുതൽ ആ ഇസ്സത്ത് വന്നു. അത് ആ സമൂഹത്തിനും ആ സമൂഹത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വരാൻ തുടങ്ങിയെന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറയാനുള്ള പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് അറിയോ? അവിടെ ഉണ്ടായിരുന്ന ഇനിയുള്ള സമൂഹം എങ്ങനെ ഉണ്ടാവുക? ഇനി നിങ്ങൾക്ക് അയലോക്കത്തും അയൽപ്പക്കത്തും നിങ്ങളുടെ നാട്ടുകാരൊക്കെ ആയിട്ടുണ്ടാകുക മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രമല്ല ഉണ്ടാവുക. ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അവിടെ ബാക്കിയുള്ള സമുദായക്കാരുണ്ടാവും. അയൽപ്പക്കത്ത് നിങ്ങളുടെ അടുത്തായിക്കൊണ്ട് താമസിക്കുന്നത് വേറെയും സമുദായക്കാരുണ്ടാകും. അത് കണ്ടുകാണ്ട് അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും നിങ്ങൾ കടമെടുക്കണ്ട. അത് നിങ്ങൾ കടമെടുക്കാനുള്ളതല്ല. അവരിവിടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. അവർ ടാക്സ് തരുന്നുണ്ട്. ആ ടാക്സിൽ നമ്മൾ അവർക്ക് കൃത്യമായി കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഓലവിടെ ആക്കിയിട്ടുള്ളത്. അതല്ലാതെ അവരുടെ ആചാരങ്ങൾ കടമെടുക്കാനുള്ളതല്ല. എങ്ങാനും കടമെടുത്താൽ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു വാക്ക് പറയും, നഹ്നു അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ പ്രതാപം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും ഒരാശയം നിങ്ങൾ കടമെടുത്താൽ നിങ്ങൾ നിന്ദ്യരാകുന്ന. അത് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് മാത്രമല്ല, ഇസ്ലാമിക ഭരണമില്ലാത്തിടത്തും മുസ്ലിങ്ങളായ ആളെ കൊണ്ട് ആ ഭരണത്തിന് നേട്ടേ ഉണ്ടാവുള്ളൂ.
അപ്പം നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമായ ഒരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ നമ്മളെ കൊണ്ട് സമൂഹത്തിന് നേട്ടം ഉണ്ടാവുള്ളൂ. നമ്മളെക്കുറിച്ച് പറയാൻ ഇന്ന് ആളുകൾക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടെന്നാണ്. നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നുണ്ട്, ഓനെ വിശ്വസിക്കാൻ പറ്റും, ഓൻ സത്യസന്ധനാണെന്ന് ഒരാൾ നമ്മെക്കുറിച്ചൊരു അവിശ്വാസിയായ ആൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ദീനനുസരിച്ച് കൊണ്ടാണ് ജീവിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ആ ദീനിൽ എന്തൊക്കെയോ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. നമ്മളിൽ അള്ളാഹു ആ നിന്ദ്യത ഒരു പക്ഷേ നമ്മളിൽ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ആ ദീനിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ഏറ്റവും നല്ല ചരിത്രമാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ വന്നുകൊണ്ട് ഇവിടെയുള്ള പല കാര്യങ്ങളും അത് എടുത്തുകൊണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ അന്ന് നാട്ടിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരാണ്. ആ നാട്ടുരാജാക്കന്മാർ മുസ്ലിങ്ങളൊന്നും ആയിരുന്നില്ല. ആ മുസ്ലിങ്ങളായ ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ വേണ്ടിക്കൊണ്ട് സഹായം ചോദിച്ച ആരോടാ? മുസ്ലിം പണ്ഡിതന്മാരോടാണ്. മുസ്ലിം പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ മുസ്ലിം ആളുകളോട് ഖുർആൻ ഓതണം, ഖുർആൻ ഓതിക്കൊണ്ട് ഇവർക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് പറയണമെന്ന് പറഞ്ഞു. അതാര്? ഈ നാട്ടുരാജാക്കന്മാർ വന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു പൊരുതാൻ വേണ്ടി. അങ്ങനെ എഴുതിയ പുസ്തകമാണ് നമ്മൾ ഇന്ന് പല പള്ളി ദർസിലൊക്കെ ഓതുന്ന കിതാബുണ്ടല്ലോ, തുഹ്ഫത്തുൽ മുജാഹിദീൻ. എന്താ ഇതിന്റെ അർത്ഥം? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കുള്ള സമ്മാനം എന്നാണ്. അപ്പൊ ഖുർആനിലെ ജിഹാദിന്റെ ആയത്തുകൾ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് അവരെഴുതിയതാണ്. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ കിതാബാണ്. അന്ന് ഈ മുജാഹിദുകൾക്ക് ജിഹാദ് ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം അത് എഴുതിക്കൊണ്ട് മുസ്ലിങ്ങളെ ബോധവൽക്കരിച്ചു. ഇതിനെതിരെ നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. അന്ന് ഈ ജിഹാദിന്റെ ആയത്തൊക്കെ പറഞ്ഞപ്പോഴും ഈ സമുദായത്തിനൊക്കെ അത് നേട്ടമായിരുന്നു. പക്ഷെ ഇന്ന് ഈ ജിഹാദ് പറഞ്ഞാലോ, ഇന്ന് മുസ്ലിങ്ങൾ തീവ്രവാദികളായി, ഇന്ന് മുസ്ലിങ്ങൾ മോശക്കാരായി, ആ മുസ്ലിമീങ്ങളെ മറ്റു നാട്ടിലേക്ക് നാടുകടത്തണമെന്നായി. സഹോദരങ്ങളെ, ആ മുസ്ലിങ്ങളെ നാടുകടത്തിയ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ ഉണ്ടാവുകയെന്നറിയും. ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിക്കൊണ്ട് അറിയപ്പെടുന്ന ഇന്ത്യയിലുള്ള പണ്ഡിതൻ മൗലാന അബുൽ ഹസൻ അൻ-നദ്വി, അലി അൻ-നദ്വി, അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, അദ്ദേഹം എഴുതിയൊരു കിതാബ്. അദ്ദേഹത്തിന്റെ കിതാബ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. മാദാ ഖസറൽ ആലം ബിൻഹിതാത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക് അപക്ഷയം സംഭവിച്ചപ്പോൾ, അവർ ദീനിൽ പലതും കൂട്ടിക്കലർത്താൻ തുടങ്ങിയപ്പോൾ, ഇസ്ലാമിനല്ല ലോകത്തിന് സംഭവിച്ച അപജയം. മുസ്ലിങ്ങൾ ദീനിൽ കൂട്ടിക്കലർത്തിയപ്പോൾ, ആ ദീനിനെ അവർ വേണ്ട പോലെ ഉപയോഗിക്കാത്തപ്പോൾ ലോകത്തിന് പറ്റിയ അപജയം എന്താണ് എന്ന് അദ്ദേഹം ഇങ്ങനെ ഗ്രന്ഥത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? സമത്വം നഷ്ടപ്പെട്ടു, സാഹോദര്യം നഷ്ടപ്പെട്ടു, വിശ്വാസ്യത നഷ്ടപ്പെട്ടു, സജ്ജനപക്ഷപാതിത്വം സമൂഹത്തിൽ വർദ്ധിച്ചു. ഇതൊക്കെ മുസ്ലിം സമുദായം ദീനിനെ ഉപയോഗിച്ചപ്പോൾ ലോകത്തിനുണ്ടായ നഷ്ടമാണ്. അപ്പോൾ ഒരു മുസ്ലിം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകുകയല്ല ചെയ്യുക, ബാക്കിയുള്ള ആളുകൾക്ക് ഉപകാരം ഉണ്ടാകും. ഒരാൾ യഥാർത്ഥ മുസ്ലിം ആയാൽ അതുകൊണ്ട് അയാൾക്ക് നേട്ടം ഉണ്ടാകും. അത് അയാൾക്ക് മാത്രമല്ല, സമുദായത്തിന് നേട്ടമുണ്ടാകും. ഒരു ഭരണം വന്നാൽ ആ ഭരണം കൊണ്ട് ആളുകൾക്ക് നേട്ടം ഉണ്ടാകുക ചെയ്യുക. അതുകൊണ്ടാണ് ഇന്നും സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ UAE പോലുള്ള ഇസ്ലാമിക രാജ്യത്ത് 90% വരുന്ന 99% വരുന്ന മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത്. ആകെ 1%, 10% അമുസ്ലിങ്ങളായ ആളുകൾ ഉണ്ടായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമല്ല. എന്നാൽ ഇന്ന് പല നാടുകളിലും 90-95% വരുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടായിട്ട് അവിടെ കുറഞ്ഞ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാകുന്നു. അത് ഇസ്ലാമിൻ്റെ ഇസ്സത്താണ്. ഇസ്ലാം ഒരാളെയും ആക്രമിക്കാൻ, അന്യായമായി കൊണ്ട് ആക്രമിക്കുന്ന ഒരു മതമല്ല. ഇന്ന് പല ആളുകളും ഇസ്ലാമിലെ ജിഹാദിന്റെ ആയത്തോതിക്കൊണ്ട് അമുസ്ലിമിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നുള്ള ആയത്തോതാണ്. അത് ഖുർആനിൽ എല്ലാ കാലത്തും ഉണ്ടല്ലോ. എങ്കിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? അങ്ങനെ ആയത്തുണ്ട്. അതെല്ലാ സമയത്തുള്ളതല്ല. അതൊരാൾ യുദ്ധത്തിന് വന്നാൽ ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതാണ്. യുദ്ധത്തിന് വന്നാൽ പിന്നെ കൈമുട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് വെട്ടണം എന്നാ പറയണത്. ആ ഒരു സമയത്തും സന്ദർഭത്തിലും മാത്രമുള്ളതാണ്. അത് ഈ കേരളത്തിൽ ഒരാൾ ഓദിച്ചിട്ട് ആരും ചാവേറാകാൻ പോണില്ല. അയാൾക്ക് അറിയാം ഇതിൻ്റെ സന്ദർഭം ഏതാണ്, ഏതാ സാഹചര്യം ഏതാണ് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് അത് ഇവിടെ ഓതിയ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഒരാൾ യഥാർത്ഥത്തിൽ അയാൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയാൽ, സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ആ സമൂഹത്തിന് നേട്ടമാണ്. പിന്നെ പോലീസുകാർക്ക് ഇറങ്ങി നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ സമൂഹത്തിൽ അയാൾ യഥാർത്ഥ മുസ്ലിം ആയാൽ അയാൾക്ക് പിന്നെ പോലീസുകാർക്ക് വീട്ടിലിരിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സമൂഹത്തിൽ ആരും അക്രമങ്ങൾക്ക് പോകൂല, വഞ്ചനയുണ്ടാവുകയില്ല, ആരുടെയും മുതലുകൾ അപഹരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. യഥാർത്ഥ വിശ്വാസിയാകണം എന്നാണ് സഹോദരങ്ങളെ. ആ ഒരു വിശ്വാസിയാകാൻ, അങ്ങനെയായാൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരും. അത് സമൂഹത്തിൽ ഏതെങ്കിലും ഒരു നല്ല സ്റ്റാറ്റസ് ഉണ്ടായി, നമുക്ക് എത്രയോ കാറുണ്ട്, വലിയ കാറുകളുണ്ട്, ബൈക്കുകളുണ്ട്, വീടുണ്ട്,
എന്നതല്ല ഇസ്സത്ത്. നമ്മുടെ ഇസ്സത്ത് അത് ഇസ്ലാമാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ അത് കൃത്യമായിക്കൊണ്ട് അതിൻ്റെ ഓരോ വശങ്ങളും പഠിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പുലർത്താൻ തുടങ്ങിയാൽ അതിൻ്റെ മാറ്റങ്ങൾ വരും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ നാട് മാത്രമല്ല ആ രാജ്യത്തിന് തന്നെ ഒരു വലിയ സുരക്ഷയായിക്കൊണ്ട് ആ ദീൻ ഉണ്ടാകുന്ന, അതാണ് ഈ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനും അതിലേക്ക് മടങ്ങി വരാനും ആ ഇസ്സത്ത് നമ്മിലേക്ക് വീണ്ടെടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിക്കൊണ്ട് അത് പഠിക്കാനും ആ ഇസ്സത്ത് വീണ്ടെടുക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. മുസ്ലിങ്ങളുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് അത് അവൻ്റെ ദീനിലാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ആ മുസ്ലിങ്ങൾക്കെതിരെ ഇന്നും അത് തീവ്രവാദത്തിൻ്റെ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. പല വശത്തു നിന്നും അവർ തീവ്രവാദികളാണ്, മോശക്കാരാണ് എന്ന അമ്പയ്യലുകൾ പല ഭാഗത്തു നിന്ന് വരികയാണ്. ഇതെവിടെ നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ സമൂഹത്തിലുള്ള 90% സാധാരണക്കാരുണ്ടാക്കുന്നതല്ല. ആകെ 10% വരുന്ന കോടീശ്വരന്മാരായ ആളുകൾ അവരുണ്ടാക്കുന്നതാണ്. ആരാണ് ഈ കോടീശ്വരന്മാർ? അത് ഇസ്ലാമിനെ അവർ കൃത്യമായി ഒളി അജണ്ട ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നതാണ്. ഈ ആളുകൾ അത് പലിശക്കാരാണ്, കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ് നടത്തുന്ന ആളുകളാണ്, നാട്ടിലുള്ള ഏറ്റവും ഇസ്ലാം വിരോധിച്ച മദ്യപാനികളായ അതിൻ്റെ ആളുകളാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ സമ്പാദ്യ മാർഗത്തിൻ്റെ 90% പിടിച്ചു വെക്കുന്നത് ആരാ? അത് മദ്യ കമ്പനികളാണ്. അവരിറങ്ങുകയാണ് ഇസ്ലാം തീവ്രവാദമാണെന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ. സാധാരണക്കാരായ ബാക്കിയുള്ള ആളുകൾക്ക് 90% ആളുകൾക്കും അതൊരു പ്രശ്നമല്ല. ഈ ആളുകൾ അത് പറഞ്ഞു പരത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാമിന് എന്ത് ചെയ്യണം? അത് ഇസ്ലാം ഒന്ന് വളർന്നാൽ പിന്നീട് അവരുടെ സാമ്പത്തിക സ്ഥിതി അടിയിലേക്ക് പോകും. അപ്പോൾ ഒരു 50% അവർ ചെലവഴിച്ചാലും ബാക്കി 50 എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവർ ഇസ്ലാമോ ഫോബിയ വളർത്തുകയാണ്. ഇസ്ലാം എന്തോ ഒരു ഭീകരമാണ്, അവർ തീവ്രവാദികളാണെന്ന് സമൂഹത്തിൽ പറഞ്ഞു വരത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള പലിശക്കാർ. ആ പലിശക്കാരായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ളത്. ലോകത്തിൻ്റെ ഏറ്റവും ഒരു വലിയ സമ്പത്ത് തന്നെ ഇന്ന് പലിശക്കാരുടെ കയ്യിലാണ്. ഇസ്ലാം വളർന്നാൽ ആ പലിശ ഇല്ലാതാകും, സമൂഹത്തിൽ സക്കാത്ത് വർദ്ധിക്കും, എല്ലാ ആളുകളിലേക്കും സമ്പത്ത് വരും, ആളുകൾ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് വരും, പലിശ ഇല്ലാതാകും, ഇവരുടെ കയ്യിലേക്ക് വരേണ്ട പൈസക്ക് ഇല്ലാതാകും. അപ്പം അതിനെന്ത് ചെയ്യണം? ഇസ്ലാം വളരാൻ പാടില്ല, ആ ഇസ്ലാമിനെതിരെ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇന്ന് ഇതിനെതിരെ വരുന്നത്. അതിന്ന് ഏതെങ്കിലും ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് അതൊക്കെ ഇത് അജണ്ടകളാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചില അജണ്ടകളായിക്കൊണ്ട് ഒരു വലിയ വിഭാഗം സമ്പത്ത് കടക്കി വെച്ചിരിക്കുന്ന അതിലുള്ള കുറച്ച് ആളുകൾ മാത്രം നേതൃത്വം കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പിറകോട്ട് പോകല്ല, നമ്മൾ കൃത്യമായി കൊണ്ട് കാണിച്ചു കൊടുക്കണം. അതല്ല ഇസ്ലാം. ഇസ്ലാം വന്നാൽ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം, എൻ്റെ സമൂഹത്തിൽ ഒരാൾ വഞ്ചിക്കപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല, കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി ആ ഇസ്ലാം അല്ലാതെ ആ കപടന്മാരായ മുസ്ലിമീങ്ങൾ വന്നാൽ എന്താണ് പ്രശ്നം? അത് സമൂഹത്തിൽ ഉണ്ടാകും. അവർ ചിന്തിക്കാൻ തുടങ്ങി, എന്താ ഒരു പലിശ എടുക്കാൻ പ്രശ്നം? ഒരാളിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ട് തിരിച്ചു കൊടുക്കാതിരുന്നാൽ എന്താണ് പ്രശ്നം? അത് കപടന്മാരായ വിശ്വാസികളാണ്. കപട വിശ്വാസികൾ വർദ്ധിച്ചാൽ അത് സമൂഹത്തിന് ദോഷമാണ്, ആ രാജ്യത്തിന് ദോഷമാണ്, സൊസൈറ്റി നശിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്ലാമിൽ കൃത്യമായി കൊണ്ടൊരാളുടെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കാൻ തുടങ്ങിയാൽ സമൂഹത്തിനാണ് നേട്ടം. അതുകൊണ്ട് നമ്മുടെ ദീൻ അതിനെ പ്രചരിപ്പിക്കണം, ദഅവത്ത് ചെയ്യണം, കൃത്യമായി കൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ, നമുക്ക് സ്വന്തമായി കൊണ്ട് ഒരു ഊർജം കിട്ടുകയുള്ളൂ, ദീനിയായിക്കൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി കൊണ്ട് ആ ദീനിൻ്റെ ഇസ്സത്ത് നിലനിൽക്കാൻ ദീനിലേക്ക് മടങ്ങണം, ദീനിൻ്റെ ഓരോ കാര്യങ്ങളും പഠിക്കണം. ഇന്ന വിഷയത്തിൽ ഓരോ വിഷയത്തിലും എടുത്തുകൊണ്ട് ഇസ്ലാം പറയാത്തതായിക്കൊണ്ട് ഒരു സന്ദർഭം പോലുമില്ല. എല്ലാ സമയത്തും ഇസ്ലാം അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ ഇസ്സത്തുണ്ടാകും, നമുക്ക് ആ ഒരു അന്തസ്സ് ഏതൊരു സമയത്തും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിക്കൊണ്ട് അതിനെ പഠിക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.